ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഞാനൊരു 6:30 ആയപ്പോൾ എണീച്ചു കേട്ടോ. കാരണം ഇന്ന് അനിയത്തിനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം. അവളെ സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് ബേബി കാണിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച പാടെ തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചു. അതേപോലെ തന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഒന്ന് തിളപ്പിച്ചും വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുട്ടിനുള്ള പൊടിയും ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി നനച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അത് കുഴയ്ക്കുള്ളൂ കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാനൊരു കാപ്പി ഇട്ടു. പിന്നെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ പുട്ടിൻ്റെ പൊടി ഞാൻ കുഴച്ചെടുത്തു. പിന്നെ തലേ ദിവസം തേങ്ങയൊക്കെ ചിരകി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഞാൻ അപ്പം ഒന്നും ചിരകാറില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഞാൻ ചിരകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ പുട്ടിനുള്ള പുട്ടുപൊടിയും തേങ്ങയൊക്കെ കുറ്റിയിലിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പുട്ടുകുറ്റി കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ആവി കയറ്റുന്നത്. ഇത് കുക്കറിൻ്റെ മുകളിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെ, നമ്മുടെ ചോറ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. പിന്നെ പുട്ടിൻ്റെ കുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇതേ കുക്കറിൻ്റെ അകത്ത് വെള്ളം വെച്ച് ആവി വന്നപ്പോൾ പുട്ടും അതിൻ്റെ അകത്തെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതേ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഞാൻ രണ്ടാമതും ഒരു കുറ്റിയും കൂടി പുട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് ആയിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞിട്ട് നന്നായിട്ട് നൂറ്റിട്ടോ. എനിക്ക് കഞ്ഞിക്കലം ഉണ്ടെങ്കിലും ഞാൻ കുക്കറിൻ്റെ വലിയ കുക്കറിലാണ് കേട്ടോ ചോറ് ഊറ്റുന്നത്. പിന്നെ അതേ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയാണ്. മഴ വലിയ ശക്തിയുള്ള മഴയല്ല, എന്നാലും ഇങ്ങനെ ചാറിക്കൊണ്ടേ നിൽക്കുന്നൊരു ടൈപ്പ് മഴ. പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ടു. പിന്നെ ഞാൻ പോകാനുള്ള എൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി തേച്ചൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പാണ് ഇടുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ അലക്കാനുള്ള തുണി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് അലക്കാൻ കൊണ്ടിട്ടു. അപ്പോഴും ഏട്ടനും മോനും നല്ല ഉറക്കം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ലിക്വിഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ലിക്വിഡാണ് കേട്ടോ. ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നായിരുന്നു. പിന്നെ ഞാൻ റെഡിയായി ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും മോൻ എണീച്ച് വന്നിട്ടോ. ഞാൻ അവനെ ഓൾറെഡി കുളിപ്പിച്ചൊക്കെ പല്ലൊക്കെ തേച്ചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവൻ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഏട്ടനെന്നെ ബാലുശ്ശേരി ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബാലുശ്ശേരിക്ക് പോവുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ട് റോഡൊക്കെ നിറയെ വെള്ളമാണ്. പിന്നെ അവൾ അവിടുന്ന് കൂരാച്ചുണ്ട് ബസ്സിന് ഡയറക്റ്റ് കയറി വരും. ഞാൻ ഇവിടുന്ന് കയറിയാൽ മതി. അപ്പം ഞാൻ ബാലുശ്ശേരിയിൽ നിന്ന് കൂരാച്ചുണ്ട് ബസ്സിന് കയറി ഞങ്ങൾ ടൗണിൽ വന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഡയറക്റ്റ് ഞങ്ങൾ ബേബിയിലേക്ക് പോയി. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ ചെന്നിട്ട് ടോക്കൺ എടുക്കാനാണ് പറഞ്ഞത് വിളിച്ചപ്പം. കാരണം ബുക്കിങ്ങൊക്കെ 2 ആഴ്ചത്തേക്ക് ഫില്ലാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് ബേബീൻ്റെ മുന്നിലെത്തി. അവിടെ ചെന്ന് കാണിക്കാൻ നിന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ടോക്കനൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് 4 മണിക്ക് ശേഷമാണ് കാണിക്കാനുള്ള ടോക്കൺ കിട്ടിയത്. അപ്പോൾ 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ചെന്ന് ചായയൊക്കെ കുടിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ ഗോകുലം മോളിൽ പോയി. അവിടുന്ന് കുറച്ച് നേരം അവനെയും കൊണ്ട് നടന്ന് ഞങ്ങളൊരു പോപ്കോണും ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് ഞങ്ങൾ നേരെ മുന്നിലേക്ക് പോയി. ഗോകുലം മോളിൻ്റെ മുന്നിൽ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. കാരണം ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളൊരു ഗ്യാപ്പിന് ഞങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റി. അപ്പോൾ കാണിച്ച് ഞങ്ങൾ ഇറങ്ങി മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ബുഹാരിയിൽ പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ കൂരാച്ചുണ്ട് ബസ് കയറി. അവൾ കൂരാച്ചുണ്ടിലേക്ക് ഞാൻ ബാലുശ്ശേരി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വ്ളോഗ്. ഓക്കെ, ബായ്.